ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ച് അത് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നത്തെയും പോലെ ഇഡലി ആണെങ്കിൽ ഇഡലിയും ഉണ്ടാക്കും, ദോശയും ഉണ്ടാക്കുക. അത് വേണ്ടി ആർക്കാന്ന് വെച്ചാൽ അതുപോലെ എപ്പോഴും ഇതുപോലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സാമ്പാർ ഇന്നലെ നമ്മൾ സാമ്പാർ വെച്ചായിരുന്നു. അപ്പം മിക്ക ആൾക്കാർക്കും മനസ്സിലാവും പിറ്റേ ദിവസം ഇഡലി ദോശ ഇതൊക്കെയായിരിക്കും ആ സാമ്പാറുള്ളത്. പിന്നെ ഇവിടെ കൂടുതലും ഈ പോളിനല്ല, എനിക്കും ആ സാമ്പാറാണ് ഇഷ്ടം. കഷ്ണങ്ങളൊന്നും അധികം ഇല്ലാത്ത ഇത്തിരി മത്തങ്ങയും ടൊമാറ്റോയും സവാളയും ഇച്ചിരി പരിപ്പും ഒക്കെ ഇട്ടിട്ട്, അത് ഞാൻ വീഡിയോ റെസിപ്പി ഇട്ടിട്ടുണ്ട്. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. നമ്മൾ പരിപ്പൊക്കെ കുറച്ചിട്ടിട്ട് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് അതിൻ്റെ അകത്തൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല കൊഴുത്തെ സാമ്പാറിനൊക്കെ ഇഡലിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആ സാമ്പാറാണ്. നമ്മൾ ഈ ചോറിനൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി കഷ്ണങ്ങളുള്ള സാമ്പാറിനേക്കായി ആ സാമ്പാറാണ് നല്ലത്. അപ്പോൾ ഇഡലി ഉണ്ടാക്കിയെടുത്തു ഒരു ട്രിപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് ദോശയും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ എൻ്റെ പൊന്നോ, ഇന്ന് ഞങ്ങൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പിട്ട് ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോകണേ. അവിടുത്തെ ഒരു മീൻ അങ്കിൾ പറഞ്ഞായിരുന്നു, അതിനെ 10-ാം തീയതി മുതലാണ് ട്രോളിങ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ 10-ാം തീയതി അല്ലേ, ഇന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം, ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി വാങ്ങിച്ച് വയ്ക്കാം നമുക്ക്, പിന്നെ ഇനി ഒരു മാസം അതിന് കുഴപ്പമില്ലല്ലോ. അപ്പോഴേ റേച്ചാൻ പറഞ്ഞ് ഇല്ല, ഇന്നലെ പുള്ളിക്കാരനോടും വിളിച്ച് ചോദിച്ചായിരുന്നു. അന്നേരം പുള്ളിക്കാരനും പറഞ്ഞു അങ്ങനെ മീനൊന്നും ഇല്ലെന്ന്. അപ്പോൾ റീച്ച അന്നേരം പറഞ്ഞ് പോകണ്ടാന്ന്. അപ്പം ഞാൻ എൻ്റെ ഇതുകൊണ്ട് പോയതാണ്. ചിന്തിക്കുന്നു പോകണ്ടായിരുന്നു, ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ഇനി 2 ദിവസം കഴിഞ്ഞ് പ്രൈസിന് ഞങ്ങൾക്ക് സ്കൂൾ തുറക്കില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇനി രാവിലെ 2 ദിവസം കൂടെ ഉള്ളു നമുക്ക് കിട്ടത്തുള്ളൂ, അങ്ങ് ഉറങ്ങിയാൽ മതിയായിരുന്നു. പാവം പിടിച്ച റീച്ചാനെയും വിളിച്ചുകൊണ്ട് പോയുടനെ എൻ്റെ പൊന്നോ, ഐസിൻ്റെ അകത്ത് ഇട്ട വടി പോലെ ഇരിക്കുന്ന 25 അയല, അതും ചെറുത്, 1500 രൂപ. വാങ്ങിക്കണ്ടേ? ഞാൻ പറയും മീൻ തിന്നില്ലേലും കുഴപ്പമില്ല, ഇത്രയും വിലയ്ക്ക് വേണ്ടാന്ന്. വേറെ ഒന്നുമില്ല. പിന്നെ ഈ കുഞ്ഞ് പാപ്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉള്ളു. അന്ന് അങ്ങ് പോകണേ ഇച്ചിരി വാങ്ങിക്കേണ്ടിയതായിരുന്നു. എന്തോ അന്നേരം റീച്ചാൻ പറഞ്ഞ് വന്നുടനെ ഇച്ചിരി അങ്ങ് വാങ്ങിയിരുന്നു. ഞാനൊരുത്തിയാണ് വേണ്ട, നമുക്ക് അടുത്ത ആഴ്ച ഒന്നുകൂടെ വരാമെന്നും പറഞ്ഞിരുന്നത്. അപ്പം വന്ന വഴിക്ക് ഞാൻ റീച്ചാനോട് പറഞ്ഞു, വെറുതെ വരണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. 7:30 അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് ചായ ഉണ്ട് ഇതെല്ലാം ഉണ്ടാക്കി എപ്പം ഞാൻ എണീക്കണേ. ഞാൻ കട്ടിലിരുന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. പോകണ്ടാന്നും ഉണ്ട്. പക്ഷേ മീൻ ഉദ്ദേശിച്ച് അങ്ങ് പോയതാണ്. ഇനി ട്രോളിങ് ആണല്ലോ എന്നും പറഞ്ഞങ്ങ് പോയതാണ്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. റീച്ച അങ്ങനെ കൂടുതലൊന്നും വഴക്കൊന്നും പറയത്തില്ല. പറഞ്ഞില്ലേ വരണ്ട, ഇന്നലെ അയാളും പറഞ്ഞല്ലേ ഇനി ഉള്ളത് ഐസിൻ്റെ അകത്തുള്ള ഇതാ. പക്ഷെ കേര അവിടെ പുള്ളിക്ക് എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. കേര കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ അത് വലിയതാണെന്ന് പറഞ്ഞു. എന്നോട് വേറൊരു ആളും പറഞ്ഞ് കേര കിട്ടുന്നുണ്ട്, പക്ഷേ വലിയ 19 കിലോയുടെയാണെന്ന്. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനത്തെ കഥ കഴിഞ്ഞു. ഇപ്പോഴും മനസ്സിലങ്ങിരിക്കുന്നു. അന്ന് വാങ്ങിച്ച് 3-4-5 കൂട്ടമായിട്ട് വെച്ചിരുന്ന് ഇനി ഒരു കൂട്ടം കൂടെ ഇരിക്കും അയല. അപ്പം ഞാൻ റീച്ചാനത്ത് പറഞ്ഞ് ആ പുള്ളിക്കാരനോട് പുള്ളിക്കാരൻ പറഞ്ഞ് കുഞ്ഞ് ആണെങ്കിൽ ഈ പിന്നെ കേരയല്ല, അല്ലാത്ത ചൂരയുണ്ടല്ലേ, അത് ചെറുതുണ്ട്. ഞാൻ പറഞ്ഞ റീച്ച ഒന്ന് പുള്ളിയെടുത്ത് അത് ചെറുതാണേലും വീട്ടിലത്തെ ആവശ്യത്തിന് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ റീച്ചാൻ പറഞ്ഞു അത് ചിലപ്പോൾ ഐസിലാണെങ്കിൽ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു എന്തോ വന്നാലും കൊണ്ട് ഇപ്പോൾ ഐസിലാണെങ്കിലും വില എന്തുവാന്ന് വെച്ചാൽ അതനുസരിച്ച് ഇവിടങ്ങളിലുള്ളവർ അങ്ങനെ അതിനിവിടെ കുപ്പയെന്നാണ് പറയുന്നത് ഹിന്ദിയിൽ, അങ്ങനെ അധികം കഴിക്കാറില്ലെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ മീനൊന്ന് വെട്ടിയെടുക്കട്ടെ കറി വയ്ക്കാനായിട്ട്. ഇപ്പം മലാഡിലും ഈ പുഴമീനുണ്ടല്ലോ, പുഴമീൻ കൊണ്ടുവെക്കുന്നുണ്ട് അവർ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിമാർട്ടിൽ പോയിട്ട് ഇവിടെയുള്ള ഈ ആൻറ്റിമാരിരിക്കുന്ന ആ ഫിഷ് മാർക്കറ്റിൻ്റെ അതിലെയാണ് വന്നത്. അപ്പോൾ അവിടെയും അവർ അങ്ങനെ ഇങ്ങനെ ഈ പുഴമീൻ വെക്കുന്നതല്ല, അവരും പുഴമീനാണ് വെച്ചേക്കുന്നത്, അല്ലാത്ത മീനില്ല. അപ്പോൾ ഇതിനും ഇപ്പോൾ ഇനി വിലയായി പുഴമീനും. എനിക്ക് പുഴമീൻ അത്ര ഇഷ്ടമല്ല, അതിനൊരു മണ്ണിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ടേ, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. പണ്ടൊരു പ്രാവശ്യം ഒത്തിരി ചെതുമ്പലുള്ള ഒരു സൈസ് മീൻ വാങ്ങിച്ച്. അപ്പം ഞാനിനി മീൻ വെട്ടിയെടുക്കട്ടെ. നേരത്തെ കൊഞ്ചൊക്കെ ആണെങ്കിൽ 500 രൂപയ്ക്കൊക്കെ ഒരു കൂട്ടം ഇങ്ങനെ ഉള്ളത്, ഇന്ന് അത് 1000 രൂപയൊക്കെ. ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല.
ഞാൻ പറഞ്ഞാൽ ഉള്ളതാണെങ്കിൽ ഐസ് ഇങ്ങനെ അയല എടുത്ത് ഇട്ടിട്ട് വടി പോലെ ഇരിക്കുന്ന അയല. ആ അയലയ്ക്കാണ് 25 1500 രൂപ. മത്തിയും ഒരാടയിൽ ഇരിപ്പുണ്ടായിരുന്നു. കണ്ണൊക്കെ ആണെങ്കിൽ അങ്ങ് പഴകിയ മീൻ. പിന്നെ അതൊക്കെ വാങ്ങിച്ച് വെറുതെ വയറ് കേടാക്കുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞെന്നാൽ ഇച്ചിരി ചിക്കനോ ബീഫോ വാങ്ങിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി വെച്ചിട്ട് പിന്നെ പയറരിഞ്ഞ് വെച്ചായിരുന്നേ. അപ്പം പയർ തോരനൊന്ന് വെക്കട്ടെ. ഞാനൊരു അബദ്ധം കാണിച്ചിട്ടിരിക്കും. അബദ്ധം എന്ന് പറഞ്ഞാൽ കണ്ണ് ചൊറിയുമായിരുന്നു. അപ്പം കണ്ണ് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചൊറിയുന്ന ഉടനെ ആ സുഖത്തിനങ്ങ് ചൊറിഞ്ഞ്. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ അവിടെ എവിടെയോ മുറിഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഭയങ്കര വേദന. അന്നേരത്തെ ആ സുഖത്തിന് ഞാനിട്ട് ഞെവിടി. ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. ഇടത്തെ കണ്ണ് എനിക്ക് തുറക്കാൻ വയ്യ. അതാണ് ഞാനിന്ന് ഇത് ഇൻട്രോയ്ക്കകത്ത് പോലും വരാഞ്ഞത്. അപ്പോൾ രാവിലെ തൊട്ടേ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഈ പണ്ട് ഈ ദാണ്ടിയൊക്കെ നടന്ന ഒരു സ്ഥലമുണ്ട്, ആ സർക്കിൾ. അവിടെ വണ്ടികളൊക്കെ ഈ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. രാവിലെ തൊട്ട് JCB കൊണ്ട് ഭയങ്കര സൗണ്ട്, ഇതൊക്കെ കുത്തി ഇളക്കുന്നു. ഞങ്ങൾ ഇത് ഇനി എന്തുവാ. അപ്പം റീച്ചാൻ പറഞ്ഞു ഈ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അവിടം നിരപ്പാക്കാൻ പോവാം. എന്തോരാവശ്യത്തിനാണെന്നറിയത്തില്ല. അന്നേരം റീച്ചാൻ പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷനിൽ ആൾക്കാർ അനുവാദം കൊടുത്തിട്ടാണ്. ഇതിപ്പം ഒരു വിങ്ങിൻ്റെ മാത്രമല്ല, നമ്മുടെ അലീഗയിലെ എല്ലാവരുടെയും കൂടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കാർ ചെയ്തെന്ന് കാണിക്കണ്ടേ. അതിനു വേണ്ടി ഇപ്പം കുറേ ദിവസം കൊണ്ട് ആകെ JCB ഇട്ട് ഉരുട്ടിപ്പണിയാണ് അവിടെ. അപ്പം ഞാൻ ഞാൻ ചിന്തിക്കുക, നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു JCB എവിടെയെങ്കിലും വന്നാൽ എങ്ങനെയും കുറഞ്ഞത് ഒരു 5-6 പേരേലും അവിടെ വന്ന് നിൽക്കും. JCB എവിടെ ഉണ്ടോ ഒരു 5-6 പേര് അതിന് ചുറ്റും കാണും. അപ്പോൾ കുറേ പേര് രാവിലെ ഇതിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിന് എന്തോ നിരത്തുവാന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാം പണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കറിയാം. അതെല്ലാം കൊത്തി. ഞാൻ ആദ്യം ചിന്തിച്ചു അവിടെ ഈ നമ്മുടെ റിപ്പബ്ലിക് ഡേ നടക്കും, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒക്കെ സമയത്ത് അവിടെ ആണ് ചെയറിട്ട് ആൾക്കാരെല്ലാം ഇരിക്കുന്നത്. ഇനി അവിടുത്തെ ഇച്ചിരി പൊക്കമുണ്ട്, ഇത്തിരി ഇടം ഉണ്ട് ബമ്പ് പോലെ. അപ്പോൾ അതെങ്ങാണ് എന്തെങ്കിലും ചെയ്യുവാന്നോന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതൊന്നുമല്ല, ബാക്കി എല്ലായിടവും അതങ്ങനെ കുത്തി ഇളക്കുന്നുണ്ട്. അവസാനം എന്തോ ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തെങ്കിലുമൊക്കെ അലീഗ പോയി ചെയ്തെന്ന് കാണിക്കണ്ടേ ആൾക്കാരെ, പാർട്ടി ജയിച്ചു കഴിഞ്ഞ്. അപ്പം ഞാൻ മീൻ തോരനടപ്പത്ത് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് മീൻ മസാലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, പുളിവെള്ളമൊക്കെ ഒഴിച്ച്. അപ്പം എനിക്ക് എന്നാൽ ഇച്ചിരി തേങ്ങ അരച്ച് വെക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പം തേങ്ങ അരച്ച് അത്ര അങ്ങോട്ട് താല്പര്യമില്ല ഈ പിള്ളേർക്കാണെങ്കിലും. പക്ഷേ എനിക്ക് ചില സമയത്ത് മുളകിനേക്കായി ഇഷ്ടം ഈ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ ഞാൻ മീനെല്ലാം, പക്ഷേ അന്ന് കിട്ടിയ മീൻ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് ഇനി ഒരു കൂട്ടം കൂടെ ഉള്ളത് പറയാം. ഇച്ചിരി കൂടെ വാങ്ങിച്ചാൽ കൊള്ളായിരുന്നു. ഇച്ചിരി കൂടെ ആ ചൂരായിരുന്നേലും കുട്ടിച്ചൂര അങ്ങ് ഞങ്ങൾ 2 എല്ലാം അങ്ങ് വാങ്ങിച്ചുള്ളൂ. അതുകൂടെ അങ്ങ് വാങ്ങിക്കേണ്ടതായിരുന്നു. ഇനിയും ഫ്രഷ് കിട്ടത്തില്ല നമുക്ക്. നാട്ടിലും തുടങ്ങിയല്ലോ ട്രോളിങ്. ഇവിടെ മഴയൊന്നുമില്ല, നാട്ടിൽ ഭയങ്കര മഴയാണ്. ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ അങ്ങ് വെള്ളം ഒഴുകുക ദേഹത്തൂടെ. പോളിനെ അതുപോലെ ഭയങ്കര ഒഴുകൊക്കെ. പക്ഷേ അതനുസരിച്ച് പോള് ഡ്രസ്സ് വിട്ടിരിക്കും. ഞാൻ പറഞ്ഞ, നിങ്ങൾ ആൺപിള്ളേരല്ലയോടാ, ഡ്രസ്സ് ഊരി അങ്ങ് നിൽക്കണടാ, ഷർട്ട് ഊരി അങ്ങ് നിൽക്കുക. പ്രൈസം മിക്കവാറും ഡ്രസ്സ് ഊരി അങ്ങ് നടക്കും. പോളിനത് ഇഷ്ടമല്ല. കാരണം അവനെ അതുപോലെ വിയർക്കും. വെറുതെ അവൻ നടന്നാൽ തന്നെ അവൻ്റെ ദേഹമെല്ലാം വിയർക്കും. അപ്പം ഞാൻ മീൻകറി ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. അതിനി കടുകൂടെ വറുത്തി ഇറക്കട്ടെ. അപ്പം മോരുകറിയും റെഡിയായി. റീച്ചാൻ പറയും, ഞാൻ ചിലപ്പോൾ പറയും എന്തോ കറി വയ്ക്കാനാ. റീച്ചാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യണം, സ്ഥിരം അങ്ങ് ഓരോ ബോട്ടിലങ്ങ് ഉണ്ടാക്കി അങ്ങ് വെക്കണം. ഇവിടെ ഇവർക്കെല്ലാം മോര് ഇഷ്ടം, ഞാൻ മാത്രമേ ഉള്ളൂ മോര് കൂട്ടാത്തതെന്ന് പറയാൻ മീൻകറി വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കത് മതി. പിന്നെ മോര് വേണോ അത് വേണോ ഒന്നുമില്ല. അപ്പം മീൻകറിയൊക്കെ വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇന്ന് കറിവേപ്പില ഒരു തണ്ടോട് കൂടിയാണ് ഞാനങ്ങ് ഇട്ടത്, അല്ലാതെ ഇതളായിട്ടിട്ടില്ല.
അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നിയൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ അടുത്ത ലോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച്. നേരത്തെ എനിക്കിത് ഉണ്ടാക്കി വെക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിച്ച് ഇത് ഉണ്ടാക്കി വെച്ചാൽ എനിക്കും ജോലി എളുപ്പമുണ്ട്, പിള്ളേർക്കും അത് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇന്നാളിൽ ഞാൻ കാണിച്ചതല്ലേ, ഇന്നിനിയിപ്പോൾ ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. ഇന്നിപ്പം പെട്ടെന്ന് വൈകിട്ടങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച്. വെച്ചാൽ നേരം പച്ചക്കറി കൊണ്ടുവന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ട്, ഞാൻ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് വിട്ട് ഇന്ന സാധനം കൊണ്ടുവരണമെന്ന്, അല്ലെങ്കിൽ ആൾ മറന്നു പോകും. അപ്പോൾ ഇത്രയും ചട്നിക്കുള്ളത് ഇവിടെ ഞങ്ങൾ മല്ലിയില അങ്ങനെ സ്ഥിരം വാങ്ങിക്കാറില്ല. ഞാൻ സാമ്പാറിലെങ്ങാനും ചിലപ്പോഴേ ഇടത്തുള്ളൂ. പക്ഷേ കറിവേപ്പില ഇവിടെ ഇഷ്ടം പോലെ വേണം, മല്ലിയില അങ്ങനെ വാങ്ങിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മല്ലിയിലയും പുതിനയിലയും എനിക്കിത്തിരി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഇഞ്ചിയും പൊട്ടുകടലയും പച്ചമുളകും ഇതെല്ലാം ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് പിന്നെ നമുക്ക് ഇലയിട്ട് അടിച്ചെടുക്കാം. ഞാൻ ഇന്നാളി ഓർത്തായിരുന്നു പുതിനയില ഇനിയും വരുമ്പം അത് ഈ വേരോടുകൂടി കെട്ടുവാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു വെക്കണമെന്ന്. അപ്പം ഇന്ന് അതങ്ങനെ മൈൻഡിൽ നിന്ന് അങ്ങ് പോവുകയും ചെയ്തത്. ഞാൻ പുതിനയില അത് കട്ട് ചെയ്ത് കളയുകയും ചെയ്ത് എന്നിട്ട് കഴുകി വാരി എടുത്ത് അരച്ച് കഴിഞ്ഞാണ് ഓർത്തത്, അയ്യോ അതൊന്നും നടാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ ഇത്രയും വീഡിയോ ഒരു ദിവസത്തെയാണ്. പിന്നെ ഇനിയും കാണിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. പിറ്റേ ദിവസം ഞാൻ രാവിലത്തെ ഒന്നും അങ്ങനെ എടുത്തില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിക്കൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്, അത് തൊട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ നിങ്ങളോട് പറയത്തില്ലായിരുന്നോ, ഞാൻ ജിയോ മാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ 5 രൂപയ്ക്ക് 1 കിലോ സവാള കിട്ടും. ഞാനിപ്പോൾ ഒരു 5-6 മാസം തൊട്ട് ഇവിടെ അങ്ങനെ വെളിയിൽ നിന്ന് ഞങ്ങൾ സവാള വാങ്ങിക്കുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ഒന്നിട വിട്ടോ 2 ദിവസം വിട്ടോ ഇങ്ങനെ സാധനം വാങ്ങിക്കുമ്പം ഓരോ കിലോ സവാള കിട്ടും. ചില സമയത്ത് നമ്മൾ ഈ സാധനം പെട്ടെന്നായിരിക്കും ഓർക്കുന്നത് ഇന്നത് വാങ്ങിക്കണമെന്ന്. ഒറ്റയടിക്ക് ചിലപ്പോൾ വാങ്ങിക്കത്തില്ല. ചിലപ്പം ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന ഇതും കാണും. അന്നേരം ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ കിട്ടും. ഇപ്പം അതങ്ങ് തീർന്ന ആ സ്കീം. 5 രൂപയ്ക്കുള്ള സവാള ഇപ്പം കഴിഞ്ഞ ദിവസം തൊട്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കും. ഇത്രയും ദിവസം സവാളയ്ക്കൊരു ക്ഷാമമില്ലാതെ എന്നോട് ചിലർ ചോദിക്കുകയും ചെയ്യും, ചേച്ചിക്ക് എത്ര കിലോ സവാള വേണമെന്ന്. കാരണം 5 രൂപയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നത് കാരണം ഒരു ലെവലില്ലാതായിരുന്നു അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലേലും പൊതുവേ എനിക്ക് ഇത്തിരി സവാള വേണം. ആ സവാള ഞാൻ ഇപ്പം വാങ്ങിക്കുമ്പോൾ ഇങ്ങോട്ട് എടുക്കും, പിന്നെയും തിരിച്ചിടും, പിന്നെ എടുക്കും. അങ്ങനെ ഇത്തിരി തേങ്ങ കുറവാണെങ്കിൽ ഇത്തിരി സവാള ഇടുവാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിങ്ങനെ കുറച്ച് വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു. കാര്യം എന്തുവാന്നോ, ഞാനിങ്ങനെ സവാളയൊക്കെ വഴറ്റിക്കൊണ്ട് നിന്നുകൊണ്ട് ഉപ്പെടുക്കാൻ അങ്ങോട്ട് ഞാൻ ഈ മൊബൈൽ സ്റ്റാൻഡ് വെക്കുന്നതിൻ്റെ ഇങ്ങനെ കൈ അങ്ങോട്ട് എടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ ആ കൈ അങ്ങോട്ട് തട്ടി എൻ്റെ സ്റ്റാൻഡ് മൊത്തത്തിൽ മറിഞ്ഞു പോയി. ഞാൻ ചിന്തിച്ച് ഇപ്പോൾ ഇച്ചിരി ലൂസ് എങ്ങാണോ ആയിരുന്നു എൻ്റെ മൊബൈലെങ്കിൽ എൻ്റെ മൊബൈൽ ഇന്നും മുട്ടയ്ക്കകത്ത് കിടന്നതിനായിരുന്നു, സവാളയ്ക്കകത്ത് കിടന്നതിനായിരുന്നു. ആ ഭാഗമെല്ലാം ഞാൻ കട്ട് ചെയ്തു. കാരണം പിന്നെ എൻ്റെ സ്റ്റാൻഡ് മറിയുന്നതൊക്കെ നമുക്ക് വീഡിയോ കറക്റ്റ് അറിയാമായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം മസാല എല്ലാം മൂത്ത് ഉള്ളിയെല്ലാം വഴന്നു. ഗ്രേവി ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നുണ്ടേ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിനി ഉച്ചയ്ക്കുള്ളത് റെഡിയായി. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.